നമസ്കാരം, ഞാൻ ഡോക്ടർ അഹ്സൻ നിഹാദ്, ഡോക്ടർ പി ആലിക്കുട്ടീസ് ആയുർവേദ ആൻഡ് മോഡേൺ ഹോസ്പിറ്റൽ കോട്ടക്കലിലെ ഫിസിഷ്യനാണ്. ജീവിതശൈലി രോഗങ്ങളും അതിനുള്ള ആയുർവേദ പ്രതിവിധിയും ഈ വിഷയത്തെക്കുറിച്ചാണ് നാം അല്പം സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളം, ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിഷയമായി ജീവിതശൈലി രോഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ? എങ്ങനെയാണ് അതിന് നാം പരിഹാരം കാണേണ്ടത്? പ്രമേഹം, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, PCOD, അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളിൽ കാണുന്ന ആർത്തവ വ്യതിയാനങ്ങൾ, ഒബിസിറ്റി, പൊണ്ണത്തടി, അതുപോലെ ചിലതരം സ്കിൻ രോഗങ്ങൾ, ആസ്മ, അനവധി ജീവിതശൈലി രോഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പലരും പല വഴിയിലൂടെ ഇതിനുള്ള പരിഹാരങ്ങൾക്കായി നാടുനീളെ വിവിധ ചികിത്സാ ശാഖകളെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണത്തിലുള്ള വ്യതിയാനങ്ങൾ, നമ്മുടെ തൊഴിൽപരമായിട്ട്, നമ്മുടെ കാലാവസ്ഥാപരമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ പല സമയത്തും തെറ്റായ രീതിയിൽ കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ, തെറ്റായ ചേരുവകൾ ചേർത്തുള്ള ഭക്ഷണങ്ങൾ, കൂടുതൽ എണ്ണയും അസംസ്കൃത വസ്തുക്കളും ചേർത്ത്, കൃത്രിമമായ കളറുകളും ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇത്തരത്തിൽ പല രൂപത്തിൽ ഭക്ഷണങ്ങൾ, നമ്മുടെ തീന്മേശകൾ ഇന്ന് വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വിവിധ തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. മറ്റൊന്ന് തൊഴിൽപരമായി, പ്രത്യേകിച്ച് നമ്മുടെ ഉറക്കത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ന്യൂ ജനറേഷൻ്റെ, പ്രത്യേകിച്ച് IT പ്രൊഫഷണലുകൾ ഉറക്കം മിളച്ചിരുന്ന് രാത്രി വർക്ക് ചെയ്യുകയും പലപ്പോഴും പകൽ സമയങ്ങളിൽ അവർക്ക് കൃത്യമായ വിശ്രമങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരീരത്തെ, പ്രത്യേകിച്ച് മനസ്സിനെ കൂടി സാരമായി ബാധിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം? മരുന്ന് മാത്രം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരമാണോ? അല്ല എന്നുള്ളതാണ് ഉത്തരം. മരുന്നിനോടൊപ്പം കൃത്യമായ ജീവിതശൈലി ശീലിക്കുക കൂടി ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരമാണ്. കാരണം വിവിധ ശാസ്ത്രശാഖകളിലൂടെ ചികിത്സ തേടി പോകുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു ചികിത്സാ ശാഖക്കും എല്ലാ അസുഖങ്ങൾക്കുമുള്ള ചികിത്സ പൂർണ്ണമായ ഫലപ്രാപ്തി അവകാശപ്പെടാൻ കഴിയില്ല. അതുപോലെ ഈ വിഷയത്തിലും ചികിത്സയും അതോടൊപ്പം കൃത്യമായ ജീവിതശൈലി കൂടി മാറ്റിയെടുത്താൽ മാത്രമേ കൃത്യമായ ഫലപ്രാപ്തി നമുക്ക് പ്രതീക്ഷിക്കാനാവൂ. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം കേവലമായ ഒരു ചികിത്സാ ശാസ്ത്രം എന്നതിലുപരി ഒരു ബൃഹത്തായ ജീവിത പദ്ധതി കൂടിയാണ്. ജീവിതശൈലിയെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടും കൃത്യമായ നിലപാടുകളും ആയുർവേദത്തിനുണ്ട്. ദിനചര്യ, ഋതുചര്യ മുതലായ ഒരു വ്യക്തി ഒരാളുടെ ജീവിതം ആരംഭിക്കുന്നത് മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ, ഒരു ദിനം തുടങ്ങുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലെല്ലാം സമഗ്രമായി ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് ശീലിക്കുക വഴി തന്നെ ഒരു പരിധി വരെ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് തടയിടാനാവും എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെ ഭക്ഷണം കഴിക്കണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ആയുർവേദത്തിൽ കൃത്യമായ പ്രതിപാദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച്, ഓരോരുത്തരുടെയും പ്രകൃതിക്കനുസരിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ലഘുവായതും പെട്ടെന്ന് ദഹിക്കുന്നതും വയറിന് മറ്റു അസ്വസ്ഥതകൾ ഉണ്ടാക്കാത്തതുമായ ഭക്ഷണങ്ങളാണ് എപ്പോഴും നാം തിരഞ്ഞെടുക്കേണ്ടത്. കാലം മാറിയപ്പോൾ പല ഭക്ഷണ സംസ്കാരങ്ങളും നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച്, നമ്മുടെ ദേശത്തിനനുസരിച്ച് അത് നമുക്ക് ഹിതകരമായിരിക്കണമെന്നില്ല. കാണുന്നതെന്തും നമ്മുടെ ദഹന വ്യവസ്ഥയെയോ കാലത്തിനെയോ ശരീരപ്രകൃതിയെയോ നോക്കാതെ എല്ലാം വലിച്ചുവാരി കഴിക്കുന്ന ഒരു ശീലം
അടുത്തിടെയായി മലയാളികളിൽ അധികമായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അതുപോലെ ഈ ഭക്ഷണക്രമങ്ങളെല്ലാം വളരെ അധികം ജീവിതശൈലി രോഗങ്ങൾ നമുക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന്, തൊഴിൽപരമായിട്ട് മറ്റു വിഷയങ്ങൾ കൊണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. പലപ്പോഴും മാനസിക സംഘർഷങ്ങളുടെ വർധനവ് പ്രമേഹം അധികരിക്കാനും രക്തസമ്മർദ്ദം വർദ്ധിക്കാനും അതുവഴി മറ്റു ശാരീരിക ഉപദ്രവങ്ങൾ വർദ്ധിപ്പിക്കാനും ഇടയായിട്ടുണ്ട് എന്നതാണ് ശരി. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ജീവിതശൈലി രോഗങ്ങളിൽ ലക്ഷണങ്ങൾ കുറവുള്ളതിലും നീണ്ടു നിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങളിലും കൃത്യമായ ഫലപ്രാപ്തി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. വ്യായാമത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ വ്യായാമം അധികരിക്കുക, ഇവ രണ്ടും ഒരേ രൂപത്തിൽ ശരീരത്തിന് ഹാനികരമാണ്. ശരിയായ രീതിയിലുള്ള വ്യായാമം ഭക്ഷണത്തെ പോലെ തന്നെ നിർബന്ധമുള്ളതാണ്. അത് കൃത്യമായി മലയാളികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മുടെ സെഡൻഡറി ലൈഫ്, അധികം അനങ്ങാതെ മേലനങ്ങാതെയുള്ള ഒരു ശീലം വളരെയധികം ജീവിതശൈലി രോഗങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് എന്നതാണ് ശരി. മാത്രമല്ല, സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഒബിസിറ്റി, അവരുടെ പൊണ്ണത്തടിക്കും PCODക്കും ഇത് വളരെയധികം കാരണമാകുന്നു എന്നുള്ളതും വാസ്തവമാണ്. ജീവിതശൈലി രോഗങ്ങളിൽ ആയുർവേദത്തിന് ഇത്തരത്തിലൊക്കെ പരിഹാരങ്ങൾ കാണാനാവും. ലക്ഷണങ്ങൾ അധികമില്ലാത്തതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ജീവിതശൈലി രോഗങ്ങളിൽ ആയുർവേദത്തെ അവലംബിക്കുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. കാരണം ജീവിതശൈലി രോഗങ്ങൾക്ക് ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കുന്നത് തന്നെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാനും ശരീരത്തിൽ മറ്റു ഉപദ്രവങ്ങൾ ഉണ്ടാക്കാനും കാരണമായേക്കാം. അതുകൊണ്ട് ജീവിതശൈലി ക്രമീകരിച്ചുകൊണ്ട് വളരെ മിതമായ രൂപത്തിൽ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. മാത്രമല്ല, ജീവിതശൈലിയിൽ പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ കാര്യമായ ശ്രദ്ധ നാം പുലർത്തേണ്ടതുണ്ട്. വളരെ മുമ്പ് സൂചിപ്പിച്ച പോലെ വളരെ ലഘുവായ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോഴും കാലത്തിനനുസരിച്ചും പ്രകൃതിക്കനുസരിച്ചുമാണ് ഭക്ഷണത്തെ നാം നിയന്ത്രിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, ആയുർവേദം നിഷ്കർഷിക്കുന്ന ജീവിതശൈലികൾ ക്രമീകരിച്ചാൽ തന്നെ മരുന്നുകൾ ഇല്ലാതെ അല്ലെങ്കിൽ അല്പം മാത്രം മരുന്നുകൾ കഴിച്ചുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനാവും. ഭക്ഷണ നിയന്ത്രണം മുമ്പ് സൂചിപ്പിച്ച പോലെ ലഘുവായ ഭക്ഷണങ്ങൾ ദേശത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും പ്രകൃതിക്ക് അനുസരിച്ചും കഴിച്ചാൽ തന്നെ നമ്മുടെ ഒരു പരിധിവരെയുള്ള രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനാവും. ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മാംസ ആഹാരങ്ങൾ പോലും ആയുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അവയുടെ പാചക രീതി പോലും പ്രതിപാദിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ പാചകം ചെയ്തുകൊണ്ട് ശരീരത്തിൻ്റെ ദഹനത്തിനനുസരിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളിൽ നിന്ന് മുക്തരാവാം. മാത്രമല്ല, നമ്മുടെ പുതിയ കാലത്തിൽ, വേഗതയേറിയ കാലത്ത് നമ്മുടെ മനസ്സും ശരീരവും കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, സമ്മർദ്ദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദങ്ങളാണ് നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ കുറച്ചുകൊണ്ട് പരമാവധി 6-7 മണിക്കൂറെങ്കിലും ഉറങ്ങിക്കൊണ്ട് നമ്മുടെ ജോലിസ്ഥലങ്ങളിലുള്ള ടെൻഷനുകളിൽ അടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ മുക്തരായിക്കൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാനും ദീർഘായുസ് നിലനിർത്താനും കഴിയും എന്നുള്ളതാണ് വാസ്തവം.